ധനമന്ത്രി ബാലഗോപാൽ UDF കാലത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് എടുത്തു നോക്കുമോ? അതിനകത്ത് ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. അതായത് ധാരാളം ആരാധകർ വന്ന് പോകുന്ന ആരാധനാ കേന്ദ്രങ്ങളിൽ, അത് ഏത് ജാതിയിൽപ്പെട്ടവരുടെ ആരാധനാ കേന്ദ്രവുമാകട്ടെ, ആ കേന്ദ്രങ്ങളിൽ നിന്ന് ഓരോ സന്ദർശകൻ്റെയും കയ്യിൽ നിന്ന് ഒരു ചെറിയ നികുതി ഈടാക്കുക. അതായത് നികുതിയേതര വരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാതെ, നികുതിയല്ല ഈടാക്കുന്നത്, ഒരു ഫീസ്, നികുതിയല്ല ഒരു ഫീസ്. അപ്പോൾ ആ ഫീസ് നികുതിയേതര വരുമാനത്തിൽ പെടും. അവിടെ ജാതിയും മതവും എല്ലാം വന്നു കയറും. നേരത്തെ മന്ത്രി റിയാസ് പറഞ്ഞല്ലോ, സീ പ്ലെയിൻ ഇനോഗ്രേഷൻ നടത്തുന്ന സമയത്ത് ഇത് കേന്ദ്രത്തിൻ്റെ ഉഡാൻ പ്രോജക്റ്റിൽപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന്. ആ ഉഡാൻ പ്രോജക്റ്റിനെ പറ്റി മന്ത്രി റിയാസിന് കൂടുതൽ അറിയാമായിരിക്കുമല്ലോ. കണക്ടിവിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആരെ എവിടെ കണക്ട് ചെയ്യുന്ന കാര്യം. ആരാധനാലയങ്ങൾ, ഇന്ത്യയിൽ ആകെയുള്ള പാരമ്പര്യ ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളെയൊക്കെ കൂട്ടിയിണക്കുന്ന പദ്ധതിയാണ് കണക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിച്ച് ഉഡാൻ പ്രോജക്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഉഡാൻ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമല്ലേ നമ്മുടെ ശബരിമല, നമ്മുടെ ഗുരുവായൂർ, നമ്മുടെ മലയാറ്റൂർ, അങ്ങനെ എത്രയെത്ര ആരാധനാ കേന്ദ്രങ്ങൾ. എനിക്ക് എല്ലാ ജാതി മതസ്ഥരുടെയും ആരാധനാ കേന്ദ്രങ്ങളുടെ പേര് ഇപ്പോൾ ഓർമ്മയില്ല, പക്ഷേ ഉള്ളതൊക്കെ വലിയ തോതിൽ വന്ന് ആരാധിച്ചു പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിനെന്താ ഗവൺമെൻറ്റിൻ്റെ കാര്യം എന്നല്ലേ? ഗവൺമെൻറ്റിന് കാര്യമുണ്ടല്ലോ. ഗവൺമെൻറ് ലോ ആൻഡ് ഓർഡർ, അതായത് ഈ വന്നു പോകുന്നവർക്കൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്ന ലോ ആൻഡ് ഓർഡർ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ശബരിമലയിൽ കുറുവ കള്ളന്മാർ കയറിക്കൂടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ വരുന്ന ഓരോരുത്തരെയും സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് അപ്പോൾ അതിനുവേണ്ടി തന്നെ കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിക്കേണ്ടി വരുന്നു രാവും പകലും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചിലവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ തരം അവർക്ക് ശുദ്ധജലം ലഭ്യമാക്കുക, അവരുടെ കാനനപാതയും മറ്റതുപോലുള്ള പാതകളും വളരെ സുരക്ഷിതമാക്കുക, ആരോഗ്യദായകമാക്കുക, അതായത് ബുദ്ധിമുട്ടില്ലാതെ മല കയറുവാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് നല്ല പാത സൃഷ്ടിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് ക്രമസമാധാന പാലനത്തിനും മറ്റുമായി തന്നെ ചെലവഴിക്കേണ്ടി വരുന്ന ബഹുകോടികൾ, ആ ബഹുകോടികൾ അവിടെ നമുക്കറിയാം ഭണ്ഡാരത്തിലേക്ക് വരുന്ന ഫണ്ടൊന്നും ഒക്കെ ദേവസ്വം ബോർഡിന് എടുക്കുകയാണ്. അതല്ലാതെ അതൊന്നും ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയല്ലല്ലോ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു വരുമാനം വേണ്ടേ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട്? ഇത് തന്നെയാണ് നാം ആലോചിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വരുമാന സാധ്യതകളുള്ള മേഖലകളിൽ നിന്ന് വലിയ കഴുത്ത് ഞെരിക്കുന്ന തരത്തിലുള്ള ഫീസല്ല ഈടാക്കേണ്ടത്. ആർക്കും ഒരു നൊമ്പരവും തോന്നാത്ത തരത്തിലുള്ള ഒരു ലഘു ഫീസ്, ആ ലഘു ഫീസ് ഡിജിറ്റലായിട്ട് സ്വീകരിക്കാനുള്ള നടപടി എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് അത് കളക്ട് ചെയ്യുന്നതിനുള്ള ചെലവുകളൊന്നും തന്നെ വരുന്നുമില്ല. എന്നാൽ ഗവൺമെൻറ്റിന് ലോ ആൻഡ് ഓർഡറും മറ്റതുപോലുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നതിന് ഒരു ഫണ്ട് ആവുകയും ചെയ്യും. ഒരു ചെറു കൈ സഹായം. നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എല്ലാവരും നോക്കി നിന്ന് ആക്ഷേപിച്ചത് കൊണ്ടോ കുറ്റം പറഞ്ഞതുകൊണ്ടോ മാത്രം ശരിയാവുകയില്ല. അങ്ങനെ അവർ പിടിപ്പുകേട് കാണിക്കാതെ കാര്യക്ഷമതയോടെ ഭരണം നിർവഹിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും പാളിച്ചകൾ വരുന്നുണ്ടെങ്കിൽ ആ പാളിച്ചകൾ പോയി ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം ഇതുപോലെ വരുമാന സമാഹരണത്തിനുള്ള മാർഗങ്ങൾ കൂടി കാണിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ നിർദ്ദേശം ബഹുമാനപ്പെട്ട ധനമന്ത്രി ഒന്ന് എടുത്തു നോക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അനുദിനം ഇഷ്ടംപോലെ ആരാധകർ വരുന്ന ഒരുപാട് അമ്പലങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. നാനാജാതി മതസ്ഥരുടേത്. അവിടെ നിന്നൊക്കെ തീരെ ചെറിയ ക്ഷേത്രങ്ങളോ പള്ളികളോ അങ്ങനെ അവിടെയൊന്നും ചെന്ന് എല്ലാ ദിവസവും പോയിട്ട് കാര്യമില്ല. ഈ വലിയ പെരുന്നാൾ നടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ധാരാളം പേർ വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ചെറിയ ഫീസ് ഈടാക്കുകയാണെങ്കിൽ അത് സംസ്ഥാന ഖജനാവിന് ഒരു വരുമാന മാർഗമാകും.
അത് ഈ ഉഡാൻ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അതേപ്പറ്റി ഗവൺമെൻറ് ഒന്ന് ആലോചിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇതിന് ഒരു മതവും ഇതിനെതിരായിട്ട് നിൽക്കില്ല. കാരണം ബൈബിളിൽ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, അതായത് സീസറിൻ്റെ നികുതി പിരിക്കുന്ന ആൾക്കാർ സമീപിച്ചപ്പോഴാണ്, അതായത് യേശുവും ശിഷ്യന്മാരും നികുതി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. തലക്കനവും ഒക്കെയുള്ള കാലമാണ് അന്ന്, പിന്നെ അവിടെയാണെങ്കിലും. അപ്പോൾ അങ്ങനെ തലക്കാണം ഉള്ള കാലഘട്ടമാണ്, എന്ന് വെച്ചാൽ തലക്കരം ഉള്ള കാലഘട്ടം. അപ്പോൾ അങ്ങനെ നികുതി ചോദിച്ച് വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, നികുതി കൊടുക്കണോ? അപ്പോൾ യേശു അവരോട് യാതൊരു ഭാവഭേദവുമില്ലാതെ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന്. അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ നീ ഫീസ് ഈടാക്കുന്നത് തെറ്റ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അങ്ങനെ പറയുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് വലിയ ചിലവാണ്, ബാധ്യതയാണ് ഈ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും, നല്ല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ചെലവിന് തികഞ്ഞില്ലെങ്കിലും ഒരു കൈ താങ്ങുന്ന രീതിയിൽ ആ ഫീസിനെ കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന മലയാളികൾ തീർച്ചയായിട്ടും അതിനോട് സഹകരിക്കും. കാരണം യുക്തിസഹമായി ചിന്തിക്കുന്നവരാണ് മലയാളികൾ. അങ്ങനെ ചിന്തിക്കുന്നവർ ഈ ഒരു പരിതസ്ഥിതിയിൽ, ഇപ്പോഴത്തെ സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിയുടെ പരിതസ്ഥിതിയിൽ തീർച്ചയായിട്ടും അത് തെറ്റായ നടപടിയല്ല എന്ന് പറയുകയും അത് സ്വാഗതം ചെയ്യുകയും ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.